വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ +1 ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, എന്തായാലും കേട്ടിരിക്കണം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മാത്രമല്ല, നമ്മുടെ എജുപോട്ട് ന്യൂ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് മാത്രമല്ല, എന്താണ് നമ്മുടെ ന്യൂ ആയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബൂസ്റ്റർ ബാച്ച് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 1,999 ആണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നോക്കൂ, നമ്മുടെ ഈ പബ്ലിക് എക്സാമിൻ്റെ റിവിഷൻ ബാച്ചും കൂടെയാണ് ഇത് പറയുന്നത്, ഈ നമ്മുടെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓരോ എക്സാമുകൾക്കും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെ പഠനം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ബൂസ്റ്റർ ബാച്ച് ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാകും. മാത്രമല്ല, ഇത്രയും കാര്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെൻറ്റേഴ്സ്, വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്. മാത്രമല്ല, ഈ പകുതിക്കുന്ന് കയറുമ്പോൾ ഫുൾ ചാപ്റ്റേഴ്സ് കിട്ടുമോ എന്ന് ഡൗട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഫുൾ ചാപ്റ്റർ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫെബ്രുവരി 1st വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ സിലബസ് പ്രകാരമുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും റിവിഷൻ ആൻഡ് മോഡൽ എക്സാം, 3 സെറ്റ് ഓഫ് എക്സാംസ് പേഴ്സണൽ മെൻറ്ററിംഗ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ക്ലബും വാട്സപ്പ് വഴി നിങ്ങൾക്ക് AI ഡൗട്ട് ക്ലിയർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലാസ്റ്റ് വൺ ഈസ് എന്താണ്, ഫുൾ മാർക്കാണ്, A+ ആവണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, പെട്ടെന്ന് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന നോട്ട്സും കാര്യം ലഭിക്കാൻ നിങ്ങൾക്ക് എവിടെ കിട്ടും, ഒരു ലിങ്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ 2 ലിങ്ക് ഉണ്ടാകും. അതിലൊരു ലിങ്ക് ഏതാണ്, നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മാത്രമല്ല, ഇപ്പം നമ്മൾ ഇന്നെടുക്കുന്ന നോട്ട്സ് ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഓരോ ലൈവിൻ്റെയും ലിങ്കും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ വിഷയങ്ങളുടെയും മൈക്രോബിറ്റും ഒരു ഡെയിലി സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്ത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ്, വിച്ച് ഫാക്ടർ കൗസ് വേരിയേഷൻ ഇൻ ഇൻസോലേഷൻ? ഇവിടെ ശ്രദ്ധിക്കൂ, സൗരോർജത്തിൻ്റെ വ്യതിയാനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്നാണ് ഏത്, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഓഫ് ദി സൺസ് റേ. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ ലംബമായി വീഴുമ്പോൾ ഇൻസൊലേഷൻ കൂടുതലായിരിക്കും അല്ലേ. അപ്പം നമ്മളെ സൺലൈറ്റ് നേരിട്ട് പതിക്കുമ്പോൾ എന്താകും, ചൂട് കൂടുതലായിരിക്കും. എന്നാൽ അവ ചെരിഞ്ഞാണ് ആ സൂര്യകണങ്ങൾ വീഴുന്നത് എങ്കിൽ ആ പ്രദേശങ്ങളിൽ താപത്തിൽ എന്തുണ്ടാകും, ചെറിയ വ്യത്യാസങ്ങൾ, ഇൻസുലേഷന് കുറവുമായിരിക്കും. മറ്റൊന്നാണ് ഡ്യൂറേഷൻ ഓഫ് സൺഷൈൻ അല്ലേ. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് daylight result in a higher insolation while shorter duration leads to lower insolation. ഇവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായാൽ ഇൻസൊലേഷൻ കൂടുതലാകും. എന്നാൽ പകലിൻ്റെ ദൈർഘ്യം കുറയുമ്പോൾ ഇൻസൊലേഷൻ കുറയുകയും ചെയ്യും. മറ്റൊന്നാണ് ട്രാൻസ്പെറൻസി ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഡസ്റ്റ്, clouds, water vapor and gases in the atmosphere absorb and scatter solar radiation, reducing insolation. Duration of സൺഷൈൻ. ഇവിടെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ, മേഘങ്ങൾ, ജലബാഷ്പങ്ങൾ എന്നിവ സൂര്യകിരണങ്ങളെ ആഗിരണം ചെയ്യുകയും അത് ചിതറിക്കിടക്കുകയും ചെയ്യുന്നതിനാൽ അവിടെ ഇൻസൊലേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ടോപ്പിക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മറ്റൊന്നാണ്, വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് പ്ലെയിൻ ഇൻ ഇന്ത്യയിലെ വടക്കൻ സമതലത്തിൻ്റെ ചില സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ നോർത്തേൺ പ്ലെയിൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. അതിലൊന്നാണ് ഫോംഡ് അലൂവിയൽ ഡെപ്പോസിറ്റ് അല്ലേ. എന്താണ്, നോർത്തേൺ പ്ലേറ്റ്സ് ആർ ഫോംഡ് ബൈ ദി ഡെപ്പോസിഷൻ ഓഫ് alluvium brought by rivers like Indus,
ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഇവിടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ കൊണ്ടുവരുന്ന അലൂവിയൽ ഫലപുഷ്ടമായ നിക്ഷേപങ്ങളിലാണ് ഉത്തര മഹാസമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ആ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക കേട്ടോ. മറ്റൊന്നാണ് ഇത് എക്സ്റ്റൻസീവ് ആൻഡ് ഫ്ലാറ്റ് പ്ലെയിൻ ആണ്. ഇറ്റ് ഈസ് ദ വേസ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ടാൻജന്റലി സ്ലോപ്പിംഗ് പ്ലെയിൻ ഐഡിയൽ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. വ്യാപകവും സമതലവും ഈ പ്രദേശം എന്താണ്, കൃഷിക്കും മനുഷ്യവാസത്തിനും എന്താണ് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ്. ഹൈലി ഫെർട്ടിലൈൽ സോയിൽ ആണ് അല്ലെ. എന്താണ്, ദ അലൂവിയൽ സോയിൽ ഈസ് വെരി ഫെർട്ടിലൈൽ ആൻഡ് സപ്പോർട്ട് ഇന്റൻസീവ് ഫാമിംഗ് ഓഫ് ക്രോപ്സ് ലൈക്ക് റൈസ്, വീറ്റ് ആൻഡ് ഷുഗർ കെയിൻ. അപ്പോൾ നമ്മുടെ അരി ആയിക്കോട്ടെ, ഗോതമ്പ് ആയിക്കോട്ടെ, ഷുഗർ കെയിൻ, കരിമ്പ് ആയിക്കോട്ടെ, ഈ കൃഷിക്ക് എന്താണ് വളരെ അനുയോജ്യമായിട്ടുള്ള ഫലപുഷ്ടമായിട്ടുള്ള മണ്ണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഡെൻസ് പോപ്പുലേഷൻ അല്ലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ജനങ്ങൾ കൂടിയ ഒരു ഏരിയയും കൂടിയാണ് ഏത് പറയുന്നത്, നോർത്ത് പ്ലെയിൻ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഫലപുഷ്ടമായ മണ്ണും ധാരാളം ജലസ്രോതസ്സുകളും ഉള്ളതിനാൽ ഇവിടെ ജനസാന്ദ്രത കൂടുതലാണ്. അപ്പോൾ ആ പ്രദേശങ്ങളെ പേരൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. വെൽ ഡെവലപ്ഡ് റിവർ സിസ്റ്റം. The region has many perennial river and tributaries with the help irrigation and ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ സ്ഥിരപ്രവാഹമുള്ള നിരവധി നദികളും ഉപനദികളും ഉള്ളത് കൊണ്ട് ജലസേചനത്തിനും അതുപോലെ തന്നെ ഗതാഗതത്തിനും ഒരുപാട് ഈ ഒരു നോർത്തേൺ പ്ലെയിൻ ഉത്തര മഹാസമുദ്രം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊന്നാണ് ഏത്, ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻഡയറക്റ്റ് സോഴ്സസ് ഓഫ് എർത്ത്ക്വേക്ക്. അപ്പോൾ നമ്മൾ ഭൂമിയിനകത്തുള്ള ഭൂകമ്പങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ എർത്ത്ക്വേക്കിനെ കുറിച്ച് നമുക്ക് അറിയുവാൻ നമ്മെ സഹായിക്കുന്ന കുറച്ച് പരോക്ഷ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അതിലൊന്ന് ഏതാണ്, സീസ്മിക് ആക്ടിവിറ്റീസ് ആണ് അല്ലെ, സീസ്മിക പ്രവർത്തനങ്ങളാണ്. ആൻഡ് മീറ്റേഴ്സ് ഉൽക്കകളാണ്. മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലങ്ങൾ, ഗ്രാവിറ്റേഷന്, ഗുരുത്വാകർഷണ ബലം, ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ദ temperature condition of different layers of the atmosphere. അന്തരീക്ഷത്തിലെ വിവിധ പാളികളുടെ താപനില അവസ്ഥകൾ വിശദീകരിക്കുക. അപ്പോൾ ഏതൊക്കെയാ പാളികൾ എന്ന് അറിയാലോ. അപ്പോൾ നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ ഓരോ പാളികളിലുമുള്ള ഒരു ടെമ്പറേച്ചർ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. The atmosphere is divided into layers based on temperature changes. First one is troposphere. അറിയാലോ, ട്രോപ്പോസ്ഫിയർ ആണ്. എന്താ വരുന്നത്, ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. ഇവിടെ ഉയരങ്ങളിലോട്ട് പോകും തോറും താപനില കുറഞ്ഞു വരുന്നുണ്ട് ഈ ട്രോപ്പോസ്ഫിയർ ലെയറിൽ. ദെൻ സെക്കൻഡ് അതിന് മുകളിൽ വരുന്ന ലെയർ ആണ് ഏത്, സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദി ഓസോൺ ലെയർ. അപ്പോൾ നമുക്കറിയാം ഓസോൺ ലെയർ കാണുന്ന ഓസോൺ ലെയർ അല്ലെ, ഓസോൺ പാളി ഉള്ള ഒരു ലെയർ ആണ് ഏത്, സ്ട്രാറ്റോസ്ഫിയർ. അത് ഉള്ളത് കൊണ്ട് സൂര്യകണങ്ങൾ ആഗിരണം ചെയ്യുന്നതിനാൽ താപനില അവിടെ ഉയരുന്നു. ദെൻ മെസോസ്ഫിയർ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ again decreases and it is the coldest layer. ഓക്കെ, ഇവിടെ എന്താണ് മെസോസ്ഫിയർ എന്താണ്, ഓക്കെ, വീണ്ടും താപനില കുറയുകയും ഇത് ഏറ്റവും തണുത്ത പാളിയാവുകയും ചെയ്യുന്നു. ദെൻ തെർമോസ്ഫിയർ ആണ്. നോക്കൂ, ടെമ്പറേച്ചർ റൈസസ് ഷാർപ്ലി ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് സോളാർ റേഡിയേഷൻ. ഇവിടെ എന്താണ് തെർമോസ്ഫിയറിൽ സൂര്യവികിരണം കൂടുതലായി ആഗിരണം ചെയ്യുന്നതിനാൽ താപനില വേഗതയിൽ ഉയരുന്നു. അപ്പോൾ ഈ ഓരോ ലെയേഴ്സിനും എന്തുണ്ട്, പ്രത്യേകതകളുണ്ട്. ഓരോന്നും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വിച്ച് ആർ ദ 3 types of plate boundaries. It's an important
3 തരം പ്ലേറ്റ് അതിരുകൾ ഏതൊക്കെയാണ്? അതിലൊന്നാണ് ഡൈവേർജന്റ് ബൗണ്ടറീസ് ആണ് അല്ലെ, വിയോജന സീമകൾ. കൺവേർജന്റ് ബൗണ്ടറീസ്, സംയോജന സീമകൾ. ട്രാൻസ്ഫോം ബൗണ്ടറീസ്, രൂപാന്തര സീമകൾ. അപ്പൊ ഇത് ഓരോന്നും ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കുക. എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ലൈവിൽ എന്തായാലും വേറെ ലൈവിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ്, ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദി 3 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, കണ്ടക്ഷൻ, കോൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അന്തരീക്ഷത്തിലെ താപ കൈമാറ്റത്തിന്റെ 3 രീതികൾ വിവരിക്കുക. അതിൽ ചാലകം, സംവഹനം, വികിരണം എന്തൊക്കെയാണ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് കണ്ടക്ഷൻ? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് heat through direct contact. The earth's surface gets heated by the sun and then transfer heat to the air touching it. Only the lower layer of air gets heated by conduction. Then temperature increases with height because ozone absorbs സൺലൈറ്റ്. ഇവിടെ ചൂട് നേരിട്ട് സ്പർശിക്കുന്ന വസ്തുക്കൾ വഴി കൈമാറുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സൂര്യപ്രകാശം മൂലം ഭൂമിയുടെ ഉപരിതലം ചൂടാവുകയും പിന്നീട് അതിനോട് ചേർന്നിരിക്കുന്ന വായുപാളിക്ക് ചൂട് പകരുന്നു. ഓക്കെ, ദെൻ താഴേക്ക് വായുപാളി മാത്രമാണ് കണ്ടക്ഷൻ മൂലം ചൂടാകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടപ്പുറത്ത് പോകുമ്പോൾ ചെരുപ്പിടാതെയും ചെരുപ്പിട്ടിട്ടാണെങ്കിലും നമ്മൾ ആ ചൂടായ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ചൂട് ഫീൽ ചെയ്യൂലേ? അതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ദെൻ കൺവെക്ഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ vertical movement of air. Warm air rises because it becomes lighter and cooler air in creating convection currents. This is the main method through which the troposphere gets heated. ചൂടുവായുവിന്റെ ലംബ ചലനം വഴി കൈമാറുന്ന രീതിയാണ് ഏത് പറയുന്നത്, കണ്ടക്ഷൻ. ചൂടായ വായു ലളിതമായി ഉയരുകയും, കണ്ടോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചൂടായ വായു ലളിതമായിട്ട് മുകളിലോട്ട് ഉയരുന്നുണ്ട്, അവിടുന്ന് തണുത്ത വായു താഴേക്കും ഇറങ്ങുകയും ചെയ്യുന്നു. ഇതിലൂടെ കൺവെക്ഷൻ കറന്റുകൾ രൂപപ്പെടുകയും ടോപ്പോസ്ഫിയർ പ്രധാനമായും കണ്ടക്ഷൻ മൂലമാണ് ചൂടാകുന്നത്. ഫോർ എക്സാമ്പിൾ, പകൽ സമയത്തെ കരഭൂമിയുടെ മുകളിലൂടെ ചൂടായ വായു വരുന്നതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഓക്കെ, മറ്റൊന്നാണ് റേഡിയേഷൻ. നോക്കാം. It is transfer of heat through electromagnetic waves without any medium. The sun heats the earth through radiation. എന്താണ്, ഇലക്ട്രോണിക് തരംഗങ്ങൾ വഴി ചൂട് കൈമാറുന്ന രീതിയാണ് എന്ത് പറയുന്നത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൂര്യൻ്റെ ചൂട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുന്ന എന്താണ്, എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നോക്കൂ, ഡിസ്കസ് ദ ഇൻഡസ് റിവർ, ഗംഗ റിവർ. അപ്പോൾ ഇത് 2 റിവർ എന്താണെന്ന് കുറിപ്പ് ചോദിക്കാം. അതിൻ്റെ കൂടെ ബ്രഹ്മപുത്ര റിവറും ചോദിക്കാം. അപ്പം എന്ത് ചെയ്യുക, 3 റിവറും നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ ഹിമാലയൻ ഡ്രൈനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്, ഹിമാലയൻ റിവേഴ്സ് ആണ്. അപ്പോൾ ഹിന്റ് ചിലപ്പോൾ കൊടുക്കും, അതിൻ്റെ ഒറിജിന്, ലെങ്ത്, ട്രിബ്യൂട്ടറീസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ നദികൾ, ഹിമാലയൻ നദികളൊക്കെ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യണമെന്ന് അറിയണം, നദിയുടെ നീളം അറിയണം, അതിൻ്റെ 1, 2, 3 ട്രിബ്യൂട്ടറീസ് അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. നോക്കൂ, ഇൻഡസ് റിവർ അറിയാലോ, സിന്ധു നദി. ഒറിജിൻ, ഇൻഡസ് റിവർ ഒറിജിനേറ്റഡ് ദ നിയർ ലേക്ക് മാനസരോവർ ഇൻ ടിബറ്റ്, അല്ലെ, ചൈന, ക്ലോസ് ടു മൗണ്ട് കൈലാഷ്. അപ്പോൾ ഇൻഡസ് നദി തിബറ്റിലെ മാനസരോവർ തടാകത്തിന് സമീപം കൈലാസ പർവ്വതത്തിനടുത്ത് നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അത് ലെങ്ത് എത്ര വരുന്നുണ്ട്, 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റർ ആണ്. ദെൻ അതിൻ്റെ മേജർ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ചലം, ചനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ്.
Then importance to flow through India and Pakistan and drains into the Arabian Sea, forming one of the most important river system of the Indian subcontinent. ഇന്ത്യയും പാകിസ്ഥാനും വഴി ഒഴുകുന്ന ഈ നദി എങ്ങോട്ടാണ്? അറബിക്കടലിലോട്ടാണ് ഇത് ഒഴുകി ചേരുന്നത്. മറ്റൊന്ന് ഗംഗ റിവർ ആണ്. ഓക്കെ, origin Ganga river originates from the Gangotri glacier in Uttarakhand. It is known as the Bhagirathi at its source. ഈ നദി എവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാലയത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനം ഇതിനെ ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ലെങ്ത് ഓഫ് 2525 കിലോമീറ്റർ ആണ്. ട്രിബ്യൂട്ടറീസ് യമുന, ഗംഗാര, ഗണ്ഡക്, കോസി, സോൺ. ഓക്കെ, ദെൻ ഇന്ത്യക്കുള്ളിൽ മാത്രമായി ഒഴുകുന്ന ഈ നദി ബംഗാൾ ഉൾക്കടലിലോട്ടാണ് അല്ലെ. സിന്ധു ഏതിലോട്ടാണ്? അറേബ്യൻ സീലോട്ടാണെങ്കിൽ ഗംഗ ഏതിലോട്ടാ? ബംഗാൾ ഉൾക്കടലിലോട്ടാണ് ഒഴുകിച്ചേരുന്നത്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ ഒരു നദീതടമാണ് ഏത് പറഞ്ഞേ? നമ്മുടെ ഗംഗ. Okay, what is the reason declining wildlife in India? അപ്പോൾ ഇന്ത്യയിൽ ഈ വൈൽഡ് ലൈഫിൻ്റെ എണ്ണം കുറയാനുള്ള, അത് നാമശേഷമാവാൻ പോകാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? അതിലൊന്ന് എന്താണ്? ഡീഫോറസ്ട്രേഷൻ ആൻഡ് ഹാബിറ്റൽ ലോസ്. Large scale cleaning of the forest of agriculture, industries, mining and settlement destroy the natural habits of animals. അപ്പോൾ നമ്മൾ കൃഷിക്ക് വേണ്ടിയും വ്യവസായങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ഖനനത്തിന് വേണ്ടിയോ വീട് വെക്കാനോ ഒക്കെ നമ്മൾ ഫോറസ്റ്റ് ഏരിയസ് നമ്മൾ അവിടെ വെട്ടുകയാണെങ്കിൽ ആ ഭാഗങ്ങളിലുള്ള മൃഗങ്ങളൊക്കെ എന്താകും? ചത്തുപോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുകയോ ചെയ്യാറുണ്ട്. അതൊരു കാരണമാണ്. പാഷൻ ആൻഡ് ഇല്ലീഗൽ ഹണ്ടിങ് ആണ് അല്ലേ. അപ്പോൾ ആനിമൽസ് ആർ ഹണ്ടഡ് ഫോർ സ്കിന്നോ അല്ലെങ്കിൽ അവരുടെ ബോൺസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അല്ലെ, തൂവലിന് വേണ്ടിയിട്ടൊക്കെ ആനിമൽസിനെ അതിനെ നന്നായിട്ട് നമ്മൾ അതിനെ വേട്ടയാടുകയാണെങ്കിൽ അതൊരു റീസൺ ആണ്. മറ്റൊന്ന് എന്താണ്? റാപ്പിഡ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. എക്സ്പാൻഷൻ ഓഫ് സിറ്റീസ്, റോഡ്, ഡാംസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഡിസ്റ്റർബ് വൈൽഡ് ലൈഫ് ഹാബിറ്റ്സ് ആൻഡ് മൈഗ്രേഷൻ റൂട്ട്സ്. അത് വലിയ ഭീഷണിയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ജിയോമോർഫോളജി? എന്താണ് ഭൂരൂപശാസ്ത്രം നോക്കാം. ജിയോമോർഫോളജി ഈസ് ദ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി ദാറ്റ് studied the origin, evolution and distribution of landforms on the earth's surface. It explains how processes like weathering, erosion, deposition, volcanic activity, tectonic movements shape features such as mountain, plain, plateau, valley and rivers. ഭൂരൂപശാസ്ത്രമാണ് എന്ത് പറയുന്നത്? ജിയോമോർഫോളജി. ഓക്കെ, ഭൗതിക ഭൂഗോള ശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് ഏത്? ജിയോമോർഫോളജി. ഭൂമിയുടെ ഉപരിതലത്തിലെ ഭൗമരൂപങ്ങളുടെ ഉത്ഭവം, അവയുടെ വികാസം, വിതരണം എന്നിവയെ കുറിച്ചാണ് നമ്മളിവിടെ ഇതിലൂടെ പഠിക്കുന്നത്. മാത്രമല്ല വെതറിങ് അല്ലെ, അപക്ഷയം, നിക്ഷേപണം, അഗ്നിപർവ്വത പ്രവർത്തനം, ടെക്ടോണിക് ചലനങ്ങൾ തുടങ്ങിയ പ്രക്രിയകൾ, പർവ്വതങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ എന്നിങ്ങനെ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് നമ്മൾ ഈ ഭൂരൂപശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിസെൻറ്റർ ആൻഡ് സീസ്മിക് ഫോക്കസ്. അതികേന്ദ്രവും ഭൂകമ്പ നാഡിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എന്താണ്? The place where the earthquake originates inside the earth is called focus. ഭൂമിയുടെ ഉള്ളിൽ ഭൂകമ്പം ആരംഭിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ദെൻ എപ്പിസെൻറ്റർ എന്താണ്? ഉത്ഭവ കേന്ദ്രത്തിനു നേരെ ഭൗമോപരിതലത്തിന് ഭൂകമ്പം ആരംഭിക്കുന്ന സ്ഥലമാണ് ഏത്? എപ്പിസെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് അർബൻ ഫോറസ്ട്രി? എന്താണ് നഗര വനവൽക്കരണം? നോക്കാം. ഇൻ അർബൻ ഫോറസ്ട്രി trees are planted on
പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലീഡ്സ് ഇൻ ആൻഡ് അറൗണ്ട് ടൗൺ ആൻഡ് സിറ്റീസ്. നഗരവനവൽക്കരണത്തിൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. യെസ്, പാർക്ക്, റോഡ് സൈഡ് and commercial green belt and planted with trees locked after the help of department and NGO. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.